കോഴിക്കോട് പേരാമ്പ്ര കുത്താളിയിലെ ശ്രീധരന്റെ മരണം കൊലപാതകമെന്ന പോലീസ്. ശ്രീധരനെ മകൻ ശ്രീലേഷ് ചവിട്ടിക്കൊന്നതാണെന്ന് പോലീസ്. ഇന്നലെ ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. വാരിയെല്ല് തകർന്ന് ആണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. നയൻതാരയുണ്ട് വിശദാംശങ്ങളുമായി. നയൻതാര, അച്ഛനെ മകൻ ചവിട്ടിക്കൊന്നു എന്നുള്ള ഏറ്റവും ദാരുണമായൊരു വാർത്ത വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അനശ്വര, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പേരാമ്പ്രയ്ക്കടുത്തുള്ള കൂത്താളിയിലെ 2-6 ചാത്തംകോട്ട് ശ്രീധരനെ ഇന്നലെ ഉച്ചയ്ക്ക് ആണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമയത്ത് ഈ ശ്രീധരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീലേഷും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യയായ വിമല ബന്ധുവീട്ടിൽ താമസിക്കാൻ പോയതായിരുന്നു. ഈ മകൻ ശ്രീലേഷാണ് അച്ഛൻ അബോധാവസ്ഥയിൽ വീട്ടിൽ കിടക്കുന്നു എന്ന് അമ്മയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അമ്മ സമീപവാസിയെ വിവരം അറിയിച്ചു. അവർ വീട്ടിലെത്തി നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വീട്ടിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. നാട്ടുകാർ ഈ സമയത്ത്, അതായത് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത് ഈ മരണത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ ആ സമയം തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ശ്രീധരനും മകനും തമ്മിൽ പലപ്പോഴും വഴക്ക് നടക്കാറുള്ളതായാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. 3 വർഷം മുമ്പ് ശ്രീധരനെ മകൻ ശ്രീലേഷ് അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഏറെ നാൾ അദ്ദേഹം കിടപ്പിലായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിനെ നാട്ടുകാർ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ, നാട്ടുകാരുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധരന്റെ മകനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ബെഡ്റൂമിലാണ് അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയുടെ പുറകുവശത്ത് മുറിവേറ്റ പാടും അതുപോലെ കട്ടിലിൽ രക്തവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ അദ്ദേഹത്തിന്റെ വാരിയെല്ല് തകർന്നു എന്ന റിപ്പോർട്ടാണ് വന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ സ്വന്തം അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.